മദ്യപാനം പ്രശ്നങ്ങളും പ്രതിവിധിയും. എന്താണ് മദ്യം? ഈഥൈൽ ആൽക്കഹോൾ C2H2OH എന്നതാണ് ഇതിന്റെ രാസനം. കള്ള്, ചാരായം, ബിയർ, വൈൻ, ബ്രാൻഡി, റം, വിസ്കി, ജിൻ, വോഡ്ക എന്നിങ്ങനെ പല പേരുകളിൽ രൂപങ്ങളിലും നിറങ്ങളിലും എന്ന മദ്യം ലഭ്യമാണ്. എന്നാൽ ഇവ എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നത് ഈഥൈൽ ആൽക്കഹോളാണ്. ആൽക്കഹോളിന്റെ അളവ് അനുസരിച്ച് അവയുടെ വീര്യം കൂടിയും കുറഞ്ഞിരിക്കുമെന്ന് മാത്രം. വിസ്കി, വൈൻ, ബിയർ. എന്തുകൊണ്ട് ഒരാൾ മദ്യം ഉപയോഗിക്കുന്നു? വെറും ഒരു രസത്തിന് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയാണ് പലരും മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത്. സുഹൃത്തുക്കളുടെയോ മറ്റുള്ളവരുടെയോ നിർബന്ധത്തിന് വഴങ്ങി മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നവർ നിരവധിയാണ്. പരസ്യങ്ങളുടെ സ്വാധീനം, അനുകരണം എന്താണെന്ന് അറിയുവാനുള്ള ജിജ്ഞാസ, മദ്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, മദ്യദോഷത്തെക്കുറിച്ചുള്ള അജ്ഞത, സുലഭമായ ലഭ്യത തുടങ്ങിയവയാണ് മദ്യം ഉപയോഗിക്കുവാൻ പലരെയും പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ. മദ്യപാന വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു? മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മദ്യം വളരെ വേഗം രക്തത്തിലേക്ക് കലരുകയും അതുവഴി തലച്ചോറും ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലും എത്തി മാനസികവും ശാരീരികവും പല മാറ്റങ്ങൾക്കും കാരണമാകുന്നു. മദ്യം വരുത്തുന്ന അപകടങ്ങൾ എന്തെല്ലാം? മാനസികം, സൈക്കോളജിക്കൽ, വൈകാരിക പ്രശ്നങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ, ഓർമ്മക്കുറവ്, അമിതമായ സംസാരം, ദേഷ്യം, വിഷാദം, സംശയം, ഭയം, പരിസരബോധമില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവർ കണ്ടുവരുന്നു. ശാരീരികം, മദ്യത്തിന്റെ ഒരു ദുരുപയോഗം ഇന്ന് ഏറ്റവും വലിയൊരു പൊതുജന ആരോഗ്യ പ്രശ്നമാണ്. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നു. സാമൂഹികം, സോഷ്യൽ, ഗുരുതരങ്ങളായ നിരവധി സാമൂഹിക പ്രശ്നങ്ങൾക്ക് മദ്യം കാരണമാകുന്നു. സാമ്പത്തിക ചർച്ച, കുടുംബ ഭദ്രതയുടെ ശിഥിലീകരണം, റോഡ് അപകടങ്ങൾ, തൊഴിൽ സ്ഥലത്തും മറ്റുള്ള അപകടങ്ങൾ, സംഘടനകൾ, വിവാഹമോചനങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അനാശാസ്യ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പ്രധാന കാരണം മദ്യത്തിന്റെ ഉപയോഗമാണ്. എന്തുകൊണ്ട് മദ്യം അപകടകാരിയാവുന്നു? മദ്യം ശക്തമായ ആസക്തി, അഡിക്ഷൻ ലഭിക്കുന്നവയാണ്. ഒരിക്കലും ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ വീണ്ടും ഉപയോഗിക്കാനുള്ള അതീക്ഷ്ണമായ തോന്നൽ അനുഭവപ്പെടും. ഇത് ക്രമേണ മാനസികവും ശാരീരികവുമായ ആശ്രയത്വത്തിലേക്കും നയിക്കുന്നു. ഇങ്ങനെയാണ് പലരും മദ്യത്തിന് അടിമകളായി മാറുന്നത്. ഇവരുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് കുറയുമ്പോൾ അതികരമായ വേദനയും തളർച്ചയും കൈകാലുകളിലും വിറയലും മാനസിക അസ്വസ്ഥതയും ഭീകരമായ പെരുമാറ്റ അസ്വസ്ഥതയിൽ നിന്നും രക്ഷപ്പെടുവാൻ തുടർച്ചയായി മദ്യം ഉപയോഗിക്കേണ്ട അതിദാരുണമായ അവസ്ഥയിലേക്ക് അതോടെ അവർ എത്തിച്ചേരും. സാമ്പത്തികവും ആരോഗ്യപരവും സാംസ്കാരികപരവും ബുദ്ധിപരവും സാമൂഹ്യപരവുമായ അധപതനത്തിലേക്ക് അതോടുകൂടി ഏറ്റവും സുഖകരമായ ഒരു ദൈത്യമാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി? നിയമപരമായ പ്രതിരോധം. ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ലഭ്യത നിയന്ത്രിക്കുവാൻ ശക്തമായ നിയമം ഉണ്ടാക്കുകയും കർക്കശമായി നടപ്പാക്കുക ചെയ്യുക. പത്രങ്ങൾ, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലുള്ള മദ്യപരസ്യം പൂർണ്ണമായി നിരോധിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, തൊഴിൽ കേന്ദ്രങ്ങൾ, പൊതുസ്ഥലങ്ങളിൽ വിൽപ്പന കേന്ദ്രങ്ങൾ അനുവദിക്കാതിരിക്കുക. വ്യാപകമായ ബോധവൽക്കരണം. മദ്യത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിക്കുക. സെമിനാറുകൾ, ചർച്ചാ ക്ലാസുകൾ, പ്രദർശനങ്ങൾ, റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുക. ലഹരി ദോഷത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. സാമൂഹ്യ മത സാംസ്കാരിക സംഘടനകൾ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക. ചികിത്സയും പുനരധിവാസവും. മദ്യം ഉപയോഗിച്ചു തുടങ്ങിയവരെയും അതിന് അടിമകളായവരെയും സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന കൗൺസിലിംഗ്, ചികിത്സാ പരിപാടികൾ, പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കുക. എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. എന്താണ് നാം ചെയ്യേണ്ടത്? ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് വ്യാപകമായി അവബോധം വളർത്തുക. യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്ന് ദൃഢനിശ്ചയെടുക്കുക. ലഹരി ഉപയോഗിക്കാൻ മറ്റുള്ളവർ പ്രേരിപ്പിച്ചാൽ സൗമ്യമായി നിരസിക്കുക. അധ്യാപകർ, മാതാപിതാക്കൾ, മറ്റു മുതിർന്നവർ എന്നിവരുമായി ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യുക. സഹപാഠികളെയും മറ്റുള്ളവരെയും ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഗൃഹാന്തരീക്ഷം എക്കാലവും ലഹരിയുക്തമായി സംരക്ഷിക്കുക. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക. മദ്യത്തിന്റെ പരിണിത ഫലം സ്വർഗം തേടി നരകത്തിലെത്തി.